ശ്രീ കെ ഗണേഷ്, ഇപ്പോൾ മോദി പറയുന്നത് എങ്ങനെ ഈ സഖ്യത്തെ വിശ്വസിക്കും എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും പരസ്പരം പേരു പറഞ്ഞ് ആക്രമിക്കുമ്പോൾ അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു സഖ്യമായി മത്സരിക്കുന്ന സമയത്ത് ആ സഖ്യത്തിലെ രണ്ട് പ്രധാന കക്ഷികൾ തമ്മിൽ ഒരു വിശ്വാസവും ഇല്ലാതെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ വോട്ട് ചോദിക്കുന്നത് ആർക്കാണ്? ആരെ പ്രധാനമന്ത്രിയാക്കാനാണ്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. അല്ല, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ പ്രവർത്തിക്കില്ലല്ലോ. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇവരുടെ സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസ്യതയില്ലാത്ത സഖ്യമാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കാരണം ജനങ്ങൾക്കറിയാം. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതുകൊണ്ടാണ്. ഇത്ര ഒരു ഗതികെട്ട ഒരു സഖ്യം വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ഗതികെട്ടവന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. കാരണം അത്രയേറെ ഗതികെട്ട സഖ്യമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിക്കെതിരെ അവർ ഒരുമിച്ചാണ് അവിടെ അല്ല സ്മൃതി, ഞാനല്ല ചോദ്യം ചോദിക്കേണ്ടത്. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ വരുന്ന അടിസ്ഥാനത്തിലല്ലേ ഈ INDA എന്നൊക്കെ പറയുന്ന ഇതിൽ ഒരു എന്താ പറയുക, അവരുടെ വിശാലമായ അർത്ഥം എന്നൊക്കെ പറയുന്നത് ഈ കേരളം ഇല്ലാതെയാണോ? അത് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? കേരളം വേണ്ട എന്നാണോ ഈ സഖ്യത്തിൽ? അങ്ങനെയാണെങ്കിലും ഓക്കെ. കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്കൊരു വിശ്വാസ്യതയില്ലാത്ത സഖ്യമാണ്. എന്തിനാണ് നരേന്ദ്രമോദി വളരെ ഓപ്പണായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ അനുകൂലമായിട്ടുള്ള പ്രകടന പത്രികയും അതിൻ്റെ അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ എവിടെ എത്തണം എന്നുള്ള കാഴ്ചപ്പാടും ഒക്കെ മുന്നോട്ട് വെച്ച് ഒരു 400 സീറ്റ് എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ രണ്ട് സഖ്യങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സഖ്യങ്ങൾ തമ്മിൽ എന്താ പറയുക, പരസ്പരം പോരടിക്കുകയാണ്. പോര് കോഴികളെ പോലെ ഈ രണ്ട് സഖ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വശത്ത് നിങ്ങളെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടാണല്ലോ ഈ ആരോപണം ഉയരുന്നത്. നിങ്ങളോട് ആരാണ് യഥാർത്ഥത്തിൽ സഖ്യപ്പെട്ടിരിക്കുന്നത് എന്ന വിമർശനമാണല്ലോ ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ പറയുന്നു ലൈഫ് മിഷൻ കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുണ്ട്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന പല കേസുകളുണ്ട്. ഈ അന്വേഷണമെന്നും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എന്തുകൊണ്ടും എത്തുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങളിങ്ങനെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വേഗം ഇവിടെ ഉണ്ടാകാത്തത് ചില നീക്കുപോക്കുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കുമ്പോൾ കോൺഗ്രസിനുള്ള മറുപടി എന്താണ്? അവർ ആ സഖ്യം അവസാനിപ്പിച്ചു. അവർ പറയണം പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്ന ആളാണ്, അതുകൊണ്ട് പിണറായി വിജയനെയും CPM-നെയും യെച്ചൂരിയെയും ഞങ്ങൾ ഈ സഖ്യത്തിൽ നിന്ന് പുറത്താക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറയണം. അല്ലാതെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ മാത്രം, കാരണം ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താ വിശ്വസിക്കുക? കേരളത്തിലെ ജനങ്ങൾ എന്താ അതിന് എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് വോട്ട് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം തന്നെ, രാഹുൽ ഗാന്ധി ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നിട്ട് അടുത്ത സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെടും. യാതൊരുവിധ സംശയവുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കേരളത്തിലെ ഈ പ്രബുദ്ധത അവകാശപ്പെടുന്ന പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളത്തിലെ ജനത വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഈ രണ്ട് സഖ്യങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് എന്താ പറയുക, ഒരാളെ പോലും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരാളെ പോലും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം പല കാരണങ്ങളുണ്ടാവും. ഞാൻ ആ കാരണങ്ങളെ ഒന്നും വെട്ടിക്കീറി പരിശോധിക്കുന്നൊന്നുമില്ല. പക്ഷേ അതിനൊരു അവസരമാണ്, തിരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. അത് തിരുത്താനുള്ള അവസരമായിരിക്കണം. അത് കാരണം ഇവിടെ ഏജൻസികളുടെ വേഗത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? മറ്റ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ഏജൻസികൾ എല്ലാ കാര്യം ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എന്നായിരുന്നു കേസെടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേസിന്റെ കാര്യങ്ങൾ. എന്നാ അവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം അന്വേഷണ ഏജൻസികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഞാൻ അന്വേഷണ ഏജൻസികളുടെ വക്താവുമല്ല. അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ രീതികൾ ഉണ്ടാവും. അതിനനുസരിച്ചാണ് അവർ. ഇന്ന് പ്രധാനമന്ത്രി തന്നെ ആ ചോദ്യത്തിന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, അല്ല അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയല്ല, ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇവരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പിണറായി വിജയനെ ഞാൻ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മറുപടി എന്നുള്ളതാണ്. പറയുക? നിങ്ങൾ ചില സമയത്ത് പറയും ED വളരെ വേഗത്തിൽ പ്രവർത്തിക്കും, ഇഡിക്ക് അതിനുള്ള പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്, ഇഡിക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന മട്ടിൽ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുകയാണ്. കരുവന്നൂർ കേസിൽ നോക്കിക്കോളൂ, കാര്യങ്ങൾ അതാ വേഗത്തിലാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തൊട്ടു പിന്നാലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ED. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ തൊട്ടു പിന്നാലെ ED റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ EDയും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതല്ല. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ അന്വേഷണ ഏജൻസികളെ ഇടപെട്ടിട്ട് ചെയ്യുന്ന നിങ്ങൾ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്നതാണ്. കരുവന്നൂരിൽ സാധാരണക്കാരന്റെ പണമാണ്. സാധാരണക്കാരൻ അവന്റെ മരുന്ന് വാങ്ങാനും അതേപോലെ തന്നെ അവന്റെ മകളുടെയും മകന്റെയോ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച സാധാരണക്കാരൻ സ്വരൂപിച്ചു വെച്ച പണമാണ് CPM കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അത്രയും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്കാണ് നരേന്ദ്രമോദി ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുകയാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരെ നരേന്ദ്രമോദി കണ്ടത്. തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരെ എത്തി നോക്കാൻ പോലും സാധിക്കാത്ത ആളുകളാണ് DYFI ഓഫീസിന്റെ. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കരുവന്നൂരിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലല്ലോ, സമയമുണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്തിന് ഇറങ്ങി വന്നതല്ല, അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ തൊഴിൽ അന്വേഷിക്കുന്ന ഈ സമരം നടത്തുന്ന യുവാക്കളെ കണ്ടതും പോലും അത്തരത്തിലുള്ള കാര്യമാണ്. ഇവിടുത്തെ തൊട്ടടുത്ത് DYFI ഓഫീസിന്റെ വാച്ച്മാൻ ആയിക്കോളാനാണ് ഈ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളോട് DYFI നേതാക്കന്മാർ പറഞ്ഞു എന്നാണ് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സമീപനം, അത്തരം ഒരു പുച്ഛത്തോടെയുള്ള സമീപനം അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ വിശ്വാസ്യതമല്ലാത്ത Debate with Smriti Parithikad.